പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണപുരം കാവാലം എന്ന ഒരു കുട്ടനാടൻ പ്രദേശത്താണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ചേട്ടനിൽ നിന്ന് വല വീശുന്ന ഒരു ഇതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വലയാണ് തോടുകളിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടുതലും പള്ളത്തി, പരൽ, ചെറിയ കോല ഇതൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. വല്ലപ്പോഴും ഭാഗ്യവശാൽ വലിയ മീൻ വല്ലതും അടിച്ചെങ്കിലായി. കൂടുതൽ ആളുകളും ഈ വല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 10 വല മീനുള്ള സമയത്ത് ഒരു 10-15 വല വീശിക്കഴിഞ്ഞാൽ കറിക്കുള്ള മീനും കിട്ടും. ആവശ്യമുള്ള ഫ്രഷായിട്ട് നമുക്ക് മീൻ ഉപയോഗിക്കാനൊക്കും. ഫ്രഷ് മീൻ കൂട്ടി കഴിക്കാൻ പറ്റും. ചേട്ടൻ റെസ്റ്റ് എടുത്താണ് ഒരു വല വീശിയിട്ട് 4-5 മിനിറ്റ് നിന്നിട്ടാണ് അടുത്ത വല വീശുന്നത്. എന്നാലും ഒരു വല വീശുമ്പോൾ എങ്ങനെയായാലും ഒരു 4-5 പള്ളത്തിയും പരലും കുറുവായും ഒക്കെ കിട്ടുന്നുണ്ട്. ചേട്ടൻ്റെ ബക്കറ്റ് ഇപ്പം തന്നെ 1/2 ബക്കറ്റോളം മീനുണ്ട് അതിനകത്ത്. ചേട്ടനിടയ്ക്ക് മീൻ കൊടുക്കുന്നുമുണ്ട്. ഇപ്പം വെള്ളമൊക്കെ നല്ലതായിട്ട് ശകലം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. കുട്ടനാട്ടിൽ ഇപ്പം വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു അവസ്ഥയിലാണ്. ഇനി 2-3 ദിവസം കൂടെ മഴ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വെള്ളം വരും. അപ്പോൾ നല്ലതായിട്ട് മീൻ വരും. കുട്ടനാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് വെള്ളം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിലും മീൻ വലയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്നും നല്ല ഫ്രഷ് മീൻ കൂട്ടി ആഹാരം കഴിക്കാം. ഇപ്പം കണ്ടോ, ഈ വലയെന്ന് പറഞ്ഞാൽ വീശുവല എന്നാണ് ഇതിൻ്റെ പേര്. കുട്ടനാട്ടിലെ ആളുകൾ ഒരു 30% പേര് ഉപയോഗിക്കുന്ന വല ഇങ്ങനെയുള്ള വലയാണ്. ഒരു കുടുംബത്തിന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഒരു 4-5 വല വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. കണ്ടത് ഇപ്പം തന്നെ അതിനകത്ത് വയമ്പും പരലും പള്ളത്തിയൊക്കെ ഉണ്ട്. ചേട്ടൻ ഒരു വല വീശി കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്ത് തീറ്റിയൊക്കെ കായലിനകത്തോട്ട് ഇട്ടതിന് ശേഷം മാത്രമേ അടുത്ത വല വീശത്തുള്ളൂ. ഇപ്പം തന്നെ കണ്ടോ, ഫ്രഷ് മീനാണ്, നല്ല ചടയ്ക്കുന്ന മീൻ. കണ്ടോ, ചേട്ടൻ ഏറ്റവും ചെറിയ മീനുകളൊന്നും ഉപയോഗിക്കുന്നില്ല. എന്തായാലും നമുക്ക് കണ്ട് നിൽക്കാൻ പരുവത്തിനുള്ള വീശാണ് ചേട്ടൻ വീശുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുട്ടനാട്ടിൽ ഭയങ്കര മഴയാണ്. അതുകൊണ്ടാണ് ഈ വീശുകാരിപ്പം കൂടുതലായിട്ടും വരുന്നത്. കിഴക്കൻ പ്രദേശത്തുള്ള ആളുകൾ ഒക്കെ വരുന്നുണ്ട് കുട്ടനാട്ടിൽ വീശാനായിട്ട്. എന്താണെങ്കിലും ഇഷ്ടം പോലെ മീൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വീശാൻ വരുന്നത് ഇന്നലെ തന്നെയാണ് ഒരു വാളയൊക്കെ കിട്ടിയായിരുന്നു ഈ ചേട്ടന് തന്നെ. ഇപ്പോൾ ഈ വല വീശിയിട്ട് വല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. ഇപ്പം മീനൊക്കെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അടുത്ത വല വീശാനുള്ള പുറപ്പാടിലാണ്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം തന്നെ ഒരു 4-5 വല വീശി ചേട്ടൻ. ഒരു 1/4 ബക്കറ്റോളം മീൻ കിട്ടി. കൂടുതലും പരലും പള്ളത്തിയും കുറുവായും ഒക്കെയാണ് കിട്ടുന്നത്. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് ഫ്രഷ് മീനാണ്. ഫ്രഷ് മീൻ വലയ്ക്കകത്ത് പിടിച്ച് അപ്പോൾ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇനി ഒരു 2-3 ദിവസവും കൂടെ മഴ പെയ്യുകയാണെങ്കിൽ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും. ഫ്രഷായിട്ടുള്ള വലിയ മീനുകൾ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കിഴക്കുന്ന്. ഞങ്ങളുടെ കുട്ടനാട്ടിലൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള ഈ വലകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കണ്ണിയുള്ള വലിയ നീളത്തിൽ 1-2 കിലോമീറ്റർ നീട്ടി എടുക്കുന്ന വലകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം കേട്ടോ. ബൈ.